നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അന്തിമ പോളിംഗ് ശതമാന കണക്ക് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തയച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കണക്കുകൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യത ഉറപ്പാക്കണമെന്നാണ് വി ഡി സതീശന്റെ ആവശ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും അതിന്റെ ഒരു അന്തിമ കണക്ക് പുറത്തു വന്നിട്ടില്ല. ഇതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കത്തയച്ചിരിക്കുന്നത്. അങ്ങനെ പോളിംഗ് ശതമാനം എത്രയാണ്, അല്ലെങ്കിൽ അത് മണ്ഡലം വൈസിലും ബൂത്ത് വൈസിലും കണക്കുകൾ സാധാരണഗതിയിൽ വരുന്നതാണ്. അത് ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ അത് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആവുകയും അത് വെച്ചുകൊണ്ടാണ് പിന്നീട് ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ അനാലിസിസ് നടത്തുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം അത് സംഭവിച്ചിട്ടില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു സംശയമാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു സുതാര്യത വേണം എന്നുള്ളതും ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ അത് മറ്റ് തലങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടും, അതിലൊരു ദുരൂഹത വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഒരു വൈകാനുള്ള ഒരു കാരണത്തെ സംബന്ധിച്ച് ഇനിയും അതിലൊരു ഡിലേ ഉണ്ടാവാത്ത രീതിയിൽ അത് എത്രയും വേഗം പുറത്തു വിടണം എന്നുള്ളതാണ്. കാരണം അതും പ്രകാരമുള്ള കണക്കുകളൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളതിനൊരു മറുപടി ഇല്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ 3 ദിവസം അതുമായി ബന്ധപ്പെട്ട് പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും വേഗം ഈ കണക്കുകൾ പുറത്തുവിടണം, അന്തിമ പോളിംഗ് ശതമാനം പുറത്തുവിടണം എന്നുള്ളതാണ്. ഇപ്പോൾ SIR കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. കേരളത്തിൽ തന്നെ 80% എന്നുള്ളതാണ് വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് കണക്കാക്കുന്നത്. പക്ഷേ ഒരു കൃത്യത ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പുറത്തുവിടേണ്ടത്. അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു ഗൗരവമുള്ള വിഷയമായി നിൽക്കുന്നത്. അത് പ്രതിപക്ഷ നേതാവ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നു. SK